ഹായ് എവരിവൺ, ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ബീർബലിനോട് അക്ബർ ചക്രവർത്തി ഒരിക്കൽ സദസ്സിൽ, ബീർബലും മറ്റ് മന്ത്രിമാരും ഒക്കെ ഉള്ള സദസ്സിൽ അക്ബർ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് മൊത്തം എത്ര കാക്കകളുണ്ടെന്ന്. കുറേ സമയം എല്ലാവരും ആലോചിക്കുന്നുണ്ട്. ഒടുവിൽ ബീർബൽ പറഞ്ഞു, ഇവിടെ മൊത്തത്തിൽ 43,837 കാക്കകളാണുള്ളതെന്ന്. ചക്രവർത്തി അത്ഭുതപ്പെട്ടു, ഇത് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ സാധിച്ചു എന്ന്. അപ്പോൾ ബീർബൽ പറഞ്ഞു, അതെ, ഇത് കണക്ക് കറക്റ്റാണ്. രാജാവ് വേണമെങ്കിൽ ഭൃത്യന്മാരെ വിട്ട് ഇത് എണ്ണി നോക്കിച്ചോളൂ. ഇനി എണ്ണം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കാക്കകൾ ഇവിടെയുള്ള ഫാമിലി മെമ്പേഴ്സിനെ സന്ദർശിക്കാൻ വേണ്ടി അയൽ രാജ്യത്തുനിന്ന് വന്നതാണ്. ഇനി കാക്കകളുടെ എണ്ണം കുറവാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് കാക്കകൾ തൊട്ടപ്പുറത്തുള്ള ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും രാജ്യത്ത് പോയതായിരിക്കും എന്ന്. കഥ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. തമാശ കഥയാണെങ്കിൽ പോലും തിങ്കിങ് ഔട്ട്സൈഡ് ദി ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ പാറ്റേണിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും പോകുന്ന മീഡിയോക്രിറ്റിയുടെ വഴിയിലൂടെ ആയിരിക്കും പോകുന്നത്. നിങ്ങൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആലസ്യത്തിലും റിസൾട്ട് വരട്ടെ എന്നിട്ട് നോക്കാം എന്നുള്ള ചിന്തയിലും ഇരിക്കുകയാണെങ്കിൽ തിങ്ക് ഔട്ട്സൈഡ് ദി ബോക്സ്. മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനുള്ള ഒരു മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. I+ന്റെ ലൈവ് ബാച്ച് 15-ാം തീയതി ഫ്രൈഡേ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നുകൂടി അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ബോക്സിന് പുറമേ ചിന്തിക്കുന്ന, മുന്നിലേക്ക് എത്താനായി ചിന്തിക്കുന്ന, പ്രവർത്തിക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഓൾറെഡി ആ ബാച്ചിന്റെ ഭാഗമാണ്. ഒരു പക്ഷേ സിലബസ് മാറുന്നതിന് മുൻപുള്ള ഒടുവിലത്തെ അവസരമായേക്കാം ഈ ജൂൺ സൈക്കിൾ. നിങ്ങൾക്ക് അറിയുന്നത് പോലെ NTA UGC നെറ്റ് പരീക്ഷയുടെ സിലബസ് പരിഷ്കരിക്കാനുള്ള കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻ അനുസരിച്ചുള്ള സിലബസ് ചേഞ്ച് ജൂണിലേക്ക് വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. വരാനുള്ള സാധ്യത വളരെ തുച്ഛമാണ്, 1% താഴെയാണെന്ന് ഞാൻ പറയും. കാര്യം, പുതിയ സിലബസിനുള്ള കമ്മിറ്റി ആ പഠനം നടത്തി സിലബസ് രൂപീകരിക്കുകയും പരീക്ഷയ്ക്ക് കുറച്ച് മാസങ്ങളെങ്കിലും മുമ്പ്, അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിളെങ്കിലും മുമ്പ് വിദ്യാർത്ഥികളെ അറിയിച്ചിട്ട് മാത്രമേ പരീക്ഷ മാറ്റുള്ളൂ, പരീക്ഷ പുതിയ സിലബസ് അനുസരിച്ച് നടത്തുള്ളൂ. ആ ലോജിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ സിലബസ് മാറ്റം വന്നാൽ പോലും അതിൻ്റെ സാധ്യതകളെ പറ്റി നമുക്ക് അറിയില്ല. ഡിസംബർ ആയിരിക്കും സിലബസ് മാറിയിട്ടുള്ള ആദ്യത്തെ സൈക്കിൾ ആവാനുള്ള സാധ്യത. സിലബസ് മാറ്റത്തെ പറ്റിയോ എന്ന് വരുമെന്നോ പറയാൻ ഞാൻ ആളല്ല. ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ അടുത്തില്ല. എങ്കിൽ പോലും ഒരു കാര്യം എനിക്കറിയാം, ജൂൺ സൈക്കിളിൽ സിലബസ് മാറാത്ത ഒരു സൈക്കിൾ ആയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ സിലബസ് മാറുന്നതിന് മുൻപിലുള്ള അവസാനത്തെ അവസരമായിരിക്കും. അതറിയാനായിട്ട് അടുത്ത ഡിസംബർ വരെ നിങ്ങളുടെ ജീവിതത്തിലെ 1 വർഷം കൂടി കാത്തിരിക്കണമോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക. മറ്റുള്ളവർ എല്ലാവരും റിസൾട്ട് വരാൻ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമോ എന്നുള്ള കാര്യവും ചിന്തിക്കുക. അങ്ങനെ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആയിട്ട് തയ്യാറെടുക്കാൻ ഒരു 1 മന്ത് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ഈ കഴിഞ്ഞ ഡിസംബറിലെ പരീക്ഷകൾ 15-ാം തീയതിയോടുകൂടി, ഇപ്പം 4 കൊണ്ട് മുഴുവൻ തീരുകയാണ്. പരീക്ഷകളിൽ ഇത്തവണ എഴുതി നെറ്റോ JRFO നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരാനായിട്ട്, ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനവും I+ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഇതിലും നല്ലൊരു അവസരം നമുക്ക് ഓഫർ ചെയ്യാനായിട്ടില്ല. ഒരുപാട് കുട്ടികളെ, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ നെറ്റിലേക്കും JRFിലേക്കും ഒക്കെ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കോച്ചിങ് എടുത്ത ഒരുപാട് വിദ്യാർത്ഥികൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒക്കെ ഡിഫിക്കൽട്ടാണെന്ന് പൊതുവായിട്ടുള്ള ഫീഡ്ബാക്ക് ഉള്ളപ്പോൾ പോലും എളുപ്പമായിരുന്നു, നന്നായി പരീക്ഷ എഴുതാൻ സാധിച്ചു എന്നൊക്കെ അറിയിക്കുന്നതിലുള്ള ചാരിതാർത്ഥ്യം കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നെത്തിയത്. അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കാൻ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ എഫേർട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം ഉറപ്പാണ്. ഓഫ്ലൈൻ കൊമേഴ്സ് ബാച്ചും നമ്മൾ നാളെ അടൂര് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷവും നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നു. അപ്പോൾ നല്ലൊരു വിജയം നേടാനാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.